ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നെഫ്രോട്ടിക് സിൻഡ്രോം ആണ്. നെഫ്രോട്ടിക്. ഓക്കെ, ഫസ്റ്റ് ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നെഫ്രോട്ടിക് സിൻഡ്രോം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മാസീവ് പ്രോട്ടീനൂറിയ ആൻഡ് ഹൈപ്പോ ആൽബുമിനീമിയ, എഡിമ ആൻഡ് ഹൈപ്പർ ലിപ്പിഡീമിയ. പായലെന്ന് ഓർത്താൽ മതി. ഓക്കെ, മാസീവ് പ്രോട്ടീനൂറിയ, ഹൈപ്പോ ആൽബുമിനീമിയ, എഡിമ ആൻഡ് ഹൈപ്പർ ലിപ്പിഡീമിയ. ഇതാണ് നെഫ്രോട്ടിക് സിൻഡ്രോത്തിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ എഴുതേണ്ടത്. നെഫ്രോട്ടിക് സിൻഡ്രോം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മാസീവ് പ്രോട്ടീനൂറിയ, ഹൈപ്പോ ആൽബുമിനീമിയ, എഡിമ ആൻഡ് ഹൈപ്പർ ലിപ്പിഡീമിയ. ഓക്കെ, ഈ മാസീവ് പ്രോട്ടീനൂറിയ എന്ന് വെച്ചാൽ എത്രയാണ്? ഗ്രേറ്റർ ദാൻ 1 gram per meter square per day ആണ്. അതാണ് മാസീവ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, മാസീവ് പ്രോട്ടീനൂറിയ ഗ്രേറ്റർ ദാൻ 1 gram per meter square per day. ഇനി ഹൈപ്പോ ആൽബുമിനീമിയ എന്ന് പറഞ്ഞാൽ 2.5 gram per deciliter. ഓക്കെ, സോറി, ലെസ് ദാൻ ആണ്, ലെസ് ദാൻ 2.5 gram per deciliter. ഓക്കെ, ഇതിന്റെ റേഞ്ച് രണ്ടും പഠിച്ചു വെച്ചേക്കണം, മാസീവ് പ്രോട്ടീനൂറിയയുടെയും ഹൈപ്പോ ആൽബുമിനീമിയയുടെയും. ഓക്കെ, ഇനി ഇതിന്റെ പത്തോജൻസിസ് ചോദിച്ചിട്ടുണ്ടേ. അപ്പൊ ഇതിന്റെ പത്തോജൻസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് ഇഡിയോപ്പതിക് ആയിട്ട് വരാം, പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ, അല്ലെങ്കിൽ വേറെ കുറെ കോസസ് കാരണം. അതിന് നമ്മൾ സെക്കൻഡറി എന്ന് പറയും. ഇഡിയോപ്പതിക്കിനെ നമ്മൾ പ്രൈമറി എന്ന് പറയും. സെക്കൻഡറി കോസസ് ആണ് നമ്മൾ സാധാരണ കാണുന്ന SLE. ഓക്കെ, SLE, അതുപോലെ തന്നെ അമൈലോഡോസിസ്, വാസ്കുലൈറ്റിസ്, പിന്നെ നമ്മുടെ പോസ്റ്റ് ഇൻഫെക്ഷ്യസ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻസ്, പിന്നെ TB. ഓക്കെ, SLE അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലത്തെയൊക്കെ സംഭവങ്ങൾ, കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ്, SLE, അതുപോലെ തന്നെ അമൈലോഡോസിസ്, വാസ്കുലൈറ്റിസ്, പോസ്റ്റ് ഇൻഫെക്ഷ്യസ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, TB. ഇത് ഈ സംഭവം എല്ലാം ഓർത്ത് വെക്കണം, കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാം ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കണം. ഓക്കെ, അതുകൊണ്ട് ഈ സെക്കൻഡറി കോഴ്സ് എല്ലാം ഓർത്ത് നോക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കോസസ്. അപ്പം ഇഡിയോപ്പതിക് എന്ന് പറഞ്ഞല്ലോ, ഈ ഇഡിയോപ്പതിക്കിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആ ഇഡിയോപ്പതിക്കിന്റെ ഒന്നെന്ന് പറയുന്നത് മിനിമൽ ചേഞ്ച് നെഫ്രോട്ടിക് സിൻഡ്രോം. അതാണ് ഒന്നാമത്തെ ഇഡിയോപ്പതിക്കിൽ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ചേഞ്ച്, നെഫ്രോട്ടിക് സിൻഡ്രോം വിത്ത് സിഗ്നിഫിക്കന്റ് ലീഷൻ. ഓക്കെ, നെഫ്രോട്ടിക് സിൻഡ്രോം വിത്ത് സിഗ്നിഫിക്കന്റ് ലീഷൻ. ഇത് രണ്ടും ഇഡിയോപ്പതിക്കിന്റെ രണ്ട് ടൈപ്പാണ്. മിനിമൽ ചേഞ്ച് നെഫ്രോട്ടിക് സിൻഡ്രോമും സിഗ്നിഫിക്കന്റ് ലീഷൻസ് ഉള്ളത്. ഓക്കെ, നെഫ്രോട്ടിക് സിൻഡ്രോം വിത്ത് സിഗ്നിഫിക്കന്റ് ലീഷൻസ്. ഇതിൽ നമുക്ക് ആയിട്ട് ചോദിക്കുന്നത് മിനിമൽ ചേഞ്ച് നെഫ്രോട്ടിക് സിൻഡ്രോം ആണ്. ഇതിന്റെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ സ്റ്റീറോയിഡ് സെൻസിറ്റീവ് അല്ലെങ്കിൽ സ്റ്റീറോയിഡ് ഡിപ്പെൻഡന്റ് നെഫ്രോട്ടിക് സിൻഡ്രോം. അതായത് നമ്മൾ സ്റ്റീറോയിഡ് കൊടുക്കുകയാണെങ്കിൽ അതിന് റെസ്പോൺസ് കാണിക്കുന്ന ഒരാളെന്ന് വെച്ചാൽ ഈ മിനിമൽ ചേഞ്ച് നെഫ്രോട്ടിക് സിൻഡ്രോം ആണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. നമ്മൾ ഈ പഠിക്കുന്ന SF പഠിക്കുന്ന ഈ സംഭവമാണ് മിനിമൽ ചേഞ്ച് നെഫ്രോട്ടിക് സിൻഡ്രോം. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ പത്തോജൻസിലോട്ട് പറയുമ്പോൾ, പത്തോജൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു സെൽ മീഡിയേറ്റഡ് ആയിട്ട് ഒരു ഇമ്മ്യൂണിറ്റി കാരണം നമ്മുടെ ഗ്ലോമർലസ് ഉണ്ടല്ലോ, ഗ്ലോമറുലാർ കാപ്പിലറീസ്, ആ ഗ്ലോമറുലാർ കാപ്പിലറീസിന്റെ അകത്ത് ലീഷൻ വരുന്നു. അപ്പം നോർമലി നമ്മുടെ യൂറിന്റെ അകത്തൂടെ ഒരു ലെസ് ദാൻ 150 milligram പ്രോട്ടീൻസ് പോകുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഈ മാസീവായിട്ട് ലീഷൻ വരുമ്പോഴത്തേക്കും ഈ ലെസ് ദാൻ 150യെക്കാട്ടും കൂടുതൽ പ്രോട്ടീൻസ്, ആൽബുമിൻസ്, ഗ്ലോബുലിൻസ്, അങ്ങനെയുള്ള പ്രോട്ടീൻസ് എല്ലാം യൂറിന്റെ അകത്തൂടെ ലോസ് ആവും. ഓക്കെ, പ്രോട്ടീനും ആൽബുമിനും ഒക്കെ യൂറിന്റെ അകത്തോടെ പോകുന്നു. അപ്പൊ എന്തുണ്ടാവും? ഹൈപ്പോ ആൽബുമിനീമിയ ഉണ്ടാവും. ഈ ഹൈപ്പോ ആൽബുമിനീമിയ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? ഓങ്കോട്ടിക് പ്രഷർ കുറയും. കാരണം ആൽബുമിൻസും പ്രോട്ടീൻസും ഒക്കെ ആണല്ലോ ഈ ബ്ലഡിന്റെ ഓങ്കോട്ടിക് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഓങ്കോട്ടിക് പ്രഷർ കുറയും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ബ്ലഡ് വെസലിന്റെ അകത്ത് രണ്ട് ഫോഴ്സാ ഉള്ളത്, ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സും ഉണ്ട്, ഓങ്കോട്ടിക് പ്രഷറും ഉണ്ട്. ഓക്കെ, ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈ വെസൽസിന് പുറത്തോട്ട് പോകാനുള്ള ഹെൽപ്പ് ചെയ്യുന്നു, ഫ്ലൂയിഡ് ലീക്ക് ചെയ്യാൻ. ഓങ്കോട്ടിക് പ്രഷർ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ നിന്ന് അകത്തോട്ട്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓങ്കോട്ടിക് പ്രഷർ കുറയുക. അപ്പൊ ഇവിടെ എന്തുമായിരിക്കും കൂടുതലും, അതായത് പ്രോട്ടീൻസ് എല്ലാം പോയി, ഇവിടെ കൂടുതൽ വെള്ളമായിരിക്കും. ഓക്കെ, ഈ ബ്ലഡ് വെസലിൽ. അപ്പം ഈ വാട്ടറിന് അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡിനെല്ലാം ഒരു ടെൻഡൻസി ഉണ്ട്, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ട് വരും. അതായത് ഇൻഡസ്ട്രീഷ്യൽ എഡിമ ഉണ്ടാവും ഇവിടെ. മനസ്സിലായോ? എന്നോട് പറയാം. ഓങ്കോട്ടിക് പ്രഷർ ഈ സൊല്യൂട്ട് ആണ് ഈ ബ്ലഡിന്റെ വെള്ളത്തിനെ ഇതിന്റെ അകത്ത് തന്നെ പിടിച്ചു നിർത്തുന്നത്. ഓങ്കോട്ടിക് പ്രഷർ കുറയുമ്പോൾ ഈ ഫ്ലൂയിഡ് എല്ലാം കൂടെ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലോട്ട് അങ്ങ് ലീക്ക് ആവും. ഓക്കെ, മനസ്സിലായോ? ഓങ്കോട്ടിക് പ്രഷർ റെഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഇൻഡസ്ട്രീഷ്യൽ എഡിമ. അതാണ് ഇതിന്റെ മേജർ ക്ലിനിക്കൽ ഫീച്ചർ. അപ്പൊ എഡിമ ഉണ്ടാവുന്നതിന്റെ പത്തോജൻസിസ് ഇപ്പൊ പറഞ്ഞു.
ഫസ്റ്റ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി വന്ന് ഗ്ലോമർലേന് ലീഷൻ ഉണ്ടാക്കുന്നു, അതുവഴി പ്രോട്ടീൻസ് എല്ലാം ലോസ് ചെയ്യുന്നു, അങ്ങനെ ഹൈപ്പോ ആൽബുമിനീമിയ, ഓങ്കോട്ടിക് പ്രഷർ കുറയുന്നു, അങ്ങനെ നമ്മൾ എഡിമ വരുന്നു. അപ്പം എഡിമ എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡില് ഫ്ലൂയിഡിന്റെ വോളിയം കുറയും, ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ വോളിയം കൂടും. അപ്പൊ ബോഡിയിൽ ബ്ലഡ് വെസൽസിന്റെ വോളിയം കുറയുമ്പോൾ ബോഡി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഹൈപ്പോവോളിയമി ആണെന്നാ. അപ്പൊ എന്ത് ചെയ്യും, റാസ് മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്ററോൺ മെക്കാനിസം ആക്ട് ചെയ്തിട്ട് സോഡിയം വാട്ടർ റിട്ടൻഷൻ ഒക്കെ ഉണ്ടായി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കും. ഓക്കെ, ഇൻഡസ്ട്രീഷ്യൽ എഡിമ കാരണം ബ്ലഡ് വോളിയം കുറയും, കാരണം ഉള്ള വെള്ളമെല്ലാം ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലോട്ട് പോയിക്കുക. അപ്പൊ ബോഡി വിചാരിക്കുന്ന ബ്ലഡ് വോളിയം കുറവാണ്, അതുകൊണ്ട് റാസ് മെക്കാനിസത്തിന് ആക്ടിവേറ്റ് ചെയ്യും കോമ്പൻസേറ്ററി ആയിട്ട്, അങ്ങനെ സോഡിയം വാട്ടർ റിട്ടൻഷൻ ഒക്കെ ഉണ്ടായി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, അതാണ് രണ്ടാമത്തെ മെക്കാനിസം, ഹൈപ്പർ ടെൻഷൻ. അപ്പൊ എഡിമ വന്നു, ഹൈപ്പർ ടെൻഷൻ വന്നു. ഇനി ഹൈപ്പോ ആൽബുമിനീമിയ, അതായത് പ്രോട്ടീൻസ് കുറഞ്ഞ് ബ്ലഡില്. അപ്പം ലിവർ ആണല്ലോ ഈ ഇങ്ങനത്തെ പ്രോട്ടീൻസിനെയൊക്കെ സിന്തസൈസ് ചെയ്യുന്നത്, ആൽബുമിൻ, ഗ്ലോബുലിൻ എല്ലാത്തിനും സിന്തസൈസ് ചെയ്യുന്നത് ലിവറാ. അപ്പൊ ലിവർ എന്ത് ചെയ്യും, കോമ്പൻസേറ്ററി ആയിട്ട് കുറെ പ്രോട്ടീൻസിനെ ഉണ്ടാക്കും. പക്ഷെ അവര് ആൽബുമിനും അല്ല അതുപോലെ ഗ്ലോബലിനും ഒന്നുമല്ല, അതിന് പകരം അവർ ഉണ്ടാക്കുന്ന ലിപ്പോ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, ഈ ലിപ്പോ പ്രോട്ടീൻസ് നമ്മുടെ HDL, VLDL അതിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കുറെ പ്രോട്ടീൻസാ. അപ്പം അതെന്തെടുക്കും, അത് കാരണം ഹൈപ്പർ ലിപ്പിഡീമിയ ഉണ്ടാവും. മനസ്സിലായോ? അതായത് കോമ്പൻസേറ്ററി പ്രോട്ടീൻ സിന്തസിസ് ഇൻ ലിവർ കാരണം ലിപ്പോ പ്രോട്ടീൻസ് ആണ് ഉണ്ടാകുന്നത്. ആൽബുമിനും ഗ്ലോബലിനും പകരം ലിപ്പോ പ്രോട്ടീൻസ് ഉണ്ടാവും, അവര് കാരണം ഹൈപ്പർ ലിപ്പിഡീമിയ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ, എന്ത് വേണേലും പറയാം. പിന്നെ ലിവർ ചെയ്യുന്ന വേറൊരു പരിപാടി എന്ന് വെച്ചാൽ പ്രോ കൊയാഗുലന്റ് ആയിട്ടുള്ള സാധനത്തിനെയൊക്കെ സിന്തസൈസ് ചെയ്യും. ഓക്കെ, പ്രോ കൊയാഗുലന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫൈബ്രിനോജൻ അങ്ങനത്തെ സംഭവത്തിനെയൊക്കെ സിന്തസൈസ് ചെയ്യും. അപ്പൊ എന്താവും, ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ് ആവും. മനസ്സിലായോ? അതായത് ചുമ്മാ ത്രോംബോസിസ് അടിക്കും. അപ്പൊ ജസ്റ്റ് ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, അത് കാരണം ഗ്ലോമറിലേക്കകത്ത് ലീഷൻ വന്നു. ഓക്കെ, ലീഷൻ വരുമ്പോഴത്തേക്കും ഒന്നാമത് പറഞ്ഞു ഹൈപ്പോ ആൽബുമിനീമിയ വരുന്നു, ഓങ്കോട്ടിക് പ്രഷർ കുറയുന്നു, എഡിമ. ഇതേ ഹൈപ്പോ ആൽബുമിനീമിയ തന്നെ ലിവറിനെ എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ലിവർ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ പക്ഷെ വേറെയാ, ലിപ്പോ പ്രോട്ടീൻസിനെ ഉണ്ടാക്കുന്നത്, അങ്ങനെ ഹൈപ്പർ ലിപ്പിഡീമിയ ഉണ്ടാവും. ഈ ലിവർ തന്നെ കുറെ പ്രോകൊയാഗുലൻസിനെ ഉണ്ടാക്കിയിട്ട് ഹൈപ്പർ കൊയാഗുലബിലിറ്റി ഉണ്ടാക്കും. ഓക്കെ, പിന്നെ എഡിമ കാരണം നമ്മുടെ ഫ്ലൂയിഡ് കുറയുമ്പോഴത്തേക്കും റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്ററോൺ മെക്കാനിസം ആക്ട് ചെയ്തിട്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കും. മനസ്സിലായല്ലോ? അപ്പൊ എഡിമയുടെ മെക്കാനിസം പറഞ്ഞ്, ഹൈപ്പർ ടെൻഷൻ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ്, പിന്നെ കൊയാഗുലബിലിറ്റി എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ്, ഹൈപ്പർ ലിപ്പിഡീമിയ എങ്ങനെ. ഓക്കെ, മനസ്സിലായോ? പത്തോജനിസിസ് ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായല്ലോ അല്ലേ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മള് 2-3 ടേം ഉണ്ട്, അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ട്രാൻസിയന്റ് പ്രോട്ടീനൂറിയയും അതുപോലെ തന്നെ ഓർത്തോസ്റ്റാറ്റിക് പ്രോട്ടീനൂറിയയും. ഓർത്തോസ്റ്റാറ്റിക്, ട്രാൻസിയന്റ് പ്രോട്ടീനൂറിയ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് മാത്രം. അതെന്ന് പറഞ്ഞാൽ നോർമലി അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവരൊന്നെങ്കിൽ വിഗറസ് ആയിട്ട് എക്സസൈസ് ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു UTI അതുപോലെ വല്ലതും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീവർ വന്നു, ഓക്കെ, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലർ വന്നു എന്ന് വെച്ചാൽ ആ സമയത്ത് മാത്രമേ അവർക്ക് പ്രോട്ടീനൂറിയ ഉള്ളൂ. അവർക്ക് ഒരു റീനൽ പത്തോളജി ഇല്ല, പക്ഷെ അവർക്ക് ഇടയ്ക്ക് എന്ന് വെച്ചാൽ ഒരു 2 to 3 days അങ്ങനെയൊക്കെ പ്രോട്ടീനൂറിയ ഉണ്ടാകുന്നു. ഒന്നെങ്കിൽ വിഗറസ് എക്സസൈസ് കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും UTI ഇൻഫെക്ഷൻസ് കാരണം, അല്ലെങ്കിൽ ഫീവർ, അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലർ, അതൊക്കെ കാരണം ഉണ്ടാകുന്ന പ്രോട്ടീനൂറിയാണ് നമ്മൾ ട്രാൻസിയന്റ് പ്രോട്ടീനൂറിയ. ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയില്ല, കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. ഓക്കെ, ഇനി ഓർത്തോസ്റ്റാറ്റിക്. ഓർത്തോസ്റ്റാറ്റിക് എന്ന് വെച്ചാൽ എന്തുവാ, അതായത് പ്രോട്ടീനൂറിയ ഇൻ അസോസിയേഷൻ വിത്ത് അപ്രൈറ്റ് പോസ്റ്റർ, കുറെ നാളിങ്ങനെ നിന്ന് അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക്, ഓക്കെ, അങ്ങനെ പ്രോട്ടീനൂറിയ വരുന്നു. അവർക്കും ഇതുപോലെ റീനൽ ഡിസീസ് എല്ലാം ആബ്സെന്റ് ആയിരിക്കും. കിഡ്നിക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ പ്രോട്ടീനൂറിയ ഉണ്ട്. ഈ പ്രോട്ടീനൂറിയ എന്ന് പറഞ്ഞാൽ less than 1 gram per day ആയിരിക്കും. 24 hour യൂറിൻ എടുക്കുവാണെങ്കിൽ less than 1 gram പ്രോട്ടീനെ അവർ എക്സ്ക്രീറ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ ഇവര് രാവിലെ എഴുന്നേപ്പിച്ച് മോർണിംഗ് സാമ്പിൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രോട്ടീൻ ഒന്നും കാണത്തില്ല. മനസ്സിലായോ? രാവിലത്തെ, അതായത് ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നെഗറ്റീവ് ആയിരിക്കും ഓർത്തോസ്റ്റാറ്റിക് പ്രോട്ടീനൂറിയക്ക്. ഇതൊരു ബിനൈൻ ഡിസീസ് ആണ്, അതുകൊണ്ട് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കാൻ പറഞ്ഞ. ട്രാൻസിയന്റ് പ്രോട്ടീനൂറിയ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സസൈസോ ഇൻഫെക്ഷൻസോ ഒക്കെ വരുമ്പോൾ മാത്രം പ്രോട്ടീനൂറിയ. ഓർത്തോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ കുറെ നേരം നിൽക്കുന്നതുകൊണ്ട് പ്രോട്ടീനൂറിയ. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ എടുത്ത് നോക്കുമ്പോൾ പ്രോട്ടീൻ ഒന്നും കാണത്തില്ല യൂറിൻ്റെ അകത്ത്. ഓക്കെ, അതിന്റെ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഓർത്തിരിക്കാൻ പറഞ്ഞു. ഇനി നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സിലോട്ട് വരാം.
ക്ലിനിക്കൽ ഫീച്ചർ, ഫസ്റ്റ് ക്ലിനിക്കൽ ഫീച്ചർ ഞാൻ പറഞ്ഞു എന്തുവാ, എഡിമയാണ്. ഓക്കെ, അപ്പം കുട്ടികളിലും നമ്മുടെ അഡൽറ്റിലും ഡിഫറെന്റ് ആയിട്ടാണ് എഡിമ വരുന്നത്. കുട്ടികളിൽ ആദ്യം പെരി ഓർബിറ്റൽ, കണ്ണിന് ചുറ്റും എഡിമ വരും. ഓക്കെ, പെരി ഓർബിറ്റൽ എഡിമ വന്നിട്ട് പിന്നെ അവർക്ക് എഡിമ വരുന്നതെന്ന് പറയുന്നത് ഫേസില്, ഐസിന് ചുറ്റും ആദ്യം വരും, പിന്നെ ഫേസ് ഫുള്ള് വരും, അത് കഴിഞ്ഞ് ലെഗ്സിൽ. ഓക്കെ, ഫേസ് പിന്നെ ലെഗ്സിലാ വരുന്നത്. ഇങ്ങനെയാണ് കുട്ടികൾക്ക് എഡിമ വരുന്നത്. പക്ഷെ അഡൽറ്റിന് എഡിമ വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യം വരുന്നത് ലോവർ ലിംബിലായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എക്സ്റ്റേണൽ ജെനിറ്റേലിയയിൽ വരും, അത് കഴിഞ്ഞ് ലോവർ അബ്ഡോമൻ. ഓക്കെ, കാലിലായിരിക്കും, അതായത് കുട്ടികളിൽ ഫേസിലായിരിക്കും ആദ്യം മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അഡൽറ്റിലാണെങ്കിൽ ലെഗിലായിരിക്കും ആദ്യം എഡിമ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇനി എഡിമ എന്ന് പറഞ്ഞാൽ പിറ്റിംഗ് ടൈപ്പ് ഓഫ് എഡിമയാണ്. ഓക്കെ, പിറ്റിംഗ് ടൈപ്പ് ഓഫ് എഡിമ. ഇനി കുട്ടികളിൽ ഇത് ജനറലൈസ്ഡ് എഡിമയാവാം, അതിന് പേര് പറയുന്ന അനാസാർക്കാണ്. അതായത് ബോഡി ഫുൾ എഡിമയായിട്ടിരിക്കും. ഓക്കെ, ജനറലൈസ്ഡ് എഡിമയുടെ വേറൊരു പേരാണ് അനാസാർക്ക്. ഓക്കെ, പിന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഫീച്ചേഴ്സ് ആണ് അസൈറ്റിസ് ഉണ്ടാകും കുട്ടികൾക്ക്, ഹൈഡ്രോതൊറാക്സ്, ഹൈഡ്രോസീൽ, ഇതൊക്കെ കുട്ടികൾ കാണുന്നതാണ്. അസൈറ്റിസ്, ഹൈഡ്രോതൊറാക്സ്, ഹൈഡ്രോസീലൊക്കെ. ഓക്കെ, അപ്പം ഈ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കൂടുതലും എന്തുവാ, ഈ അസൈറ്റിസ് അതുപോലുള്ള ഫീച്ചേഴ്സുമായിട്ടായിരിക്കും കൂടുതലും കുട്ടികൾ വരുന്നത്. അഡൽറ്റിനാണെങ്കിൽ എഡിമ മാത്രമായിട്ടായിരിക്കും, അവർക്ക് ഈ അസൈറ്റിസ് അങ്ങനത്തെ സംഭവമൊന്നുമില്ല, ഹൈഡ്രോതൊറാക്സ് അങ്ങനത്തെ ഇതൊന്നുമില്ല. അവർക്ക് കാലിൽ ആദ്യം ഇങ്ങനെ എഡിമ വന്ന് അങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അത് അറിഞ്ഞിരിക്കാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ ഇവർക്ക് അഡൽറ്റിനാണെങ്കിൽ ഫേസിൽ എഡിമ വരാം. അത് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അപ്പർ ലിംബിലും ഫേസിലും എഡിമ വരാം. അല്ലാത്ത എല്ലാ കേസിലും അവർക്ക് ലോവർ ലിംബിലാണ് ഫസ്റ്റ് എഡിമ വരുന്നത്. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അപ്പർ ലിംബിലും ഫേസിലും ആയിരിക്കും എഡിമ കാണുന്നത്. പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പ്രോട്ടീൻസ്, അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻസും ഈ യൂറിൻ വഴി പോകുന്നുണ്ട് കുറെയൊക്കെ. ഇമ്മ്യൂണോഗ്ലോബുലിൻ ലൈറ്റ് ചെയിൻസ്, അതിനെയാണ് നമ്മൾ ബെൻസ് ജോൺസ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കാരണം എന്തുവാ, ഇമ്മ്യൂണോഗ്ലോബുലിൻ കുറവാണെന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി കുറവാണ്. അതുകൊണ്ട് ഇവർക്ക് ഹൈ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻസ് ആണ്. അതായത് ന്യൂമോകോക്കൽ, മെനിഞ്ചോകോക്കലൊക്കെ ഇൻഫെക്ഷൻ വരാൻ നല്ല ചാൻസ് ആണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ് ആണ്, അപ്പൊ ആത്രോസ്ക്ലിറോസിസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മസിൽ വേസ്റ്റിംഗ് ഒക്കെ വരാം. എല്ലാം ഒന്നും ഓർത്തില്ലേലും എഡിമ ഓർക്കുക. ഓക്കെ, കുട്ടികളിൽ ഓർത്തിരിക്കേണ്ടത് ഫേസിലും അപ്പർ ലിംബിലും ആയിരിക്കും ആദ്യം വരുന്നത്. ഫേസിൽ വന്ന് അത് കഴിഞ്ഞ് ലോവർ ലിംബിലോട്ട് വരുന്നു. നമുക്ക് ആദ്യം വരുന്നത് ലോവർ ലിംസിലായിരിക്കും. പിന്നെ കുട്ടികളാണെങ്കിൽ ഹൈഡ്രോതൊറാക്സ്, പിന്നെ ഹൈഡ്രോസീല്, അസൈറ്റിസ്, അനാസാർക്ക് അതൊക്കെ വരും. ഓക്കെ, കുറച്ചും കൂടെ അഡൽറ്റിലാണെങ്കിൽ മസിൽ വേസ്റ്റിങ്ങും ഇൻഫെക്ഷൻസും ഒക്കെ കൂടുതലായിരിക്കും, ന്യൂമോകോക്കൽ, മെനിഞ്ചോകോക്കലൊക്കെ. ഓക്കെ, ജസ്റ്റ് എഡിമ മാത്രമേ ഉള്ളൂ ഇതിൽ പറയാവുന്ന ഫീച്ചേഴ്സ്. ഇതാണ് അത് 8 year old ബോയ് വിത്ത് സ്റ്റീറോയിഡ് ഡിപ്പെൻഡന്റ്. സ്റ്റീറോയിഡ് ഡിപ്പെൻഡന്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ വേറൊരു പേരാണ് എന്തുവാ, മിനിമൽ ചേഞ്ച് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റീറോയിഡ് ഡിപ്പെൻഡ്. ഇതാണ് നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമ്മള് ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്തോട്ട് പോവാണേ. ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂറിൻ കാണുമ്പോൾ നിറച്ച് ഫ്രോത്ത് ആയിരിക്കും. കാരണം ഈ പ്രോട്ടീൻസ് എല്ലാം കൂടെ യൂറിൻ്റെ അകത്ത് എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ പ്രോട്ടീൻസ് ആണ് ഈ ഫ്രോത്തി അപ്പിയറൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, കോൺസെൻട്രേഷൻ, ഈ പ്രോട്ടീന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് ഫ്രോത്തിന്റെ എമൗണ്ടും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ലാർജ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഇൻ യൂറിൻ കോസസ് യൂറിൻ ഫ്രോത്ത്, അല്ലെങ്കിൽ ഫ്രോത്തി യൂറിൻ എന്ന് പറയും, ഫ്രോത്തി യൂറിൻ. അതാണ് ഫസ്റ്റ് ഫൈൻഡിങ്. ഇനി നമ്മൾ യൂറിൻ്റെ അകത്ത് നോക്കുമ്പോൾ വേറൊരു അപ്പിയറൻസ് ആണ് മിൽക്കി അപ്പിയറൻസ്. മിൽക്കി എന്ന് പറയുമ്പോൾ തന്നെ വൈറ്റ് കളർ അല്ലേ. ഇതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ ഹൈപ്പർ ലിപ്പിഡീമിയ സ്റ്റേറ്റ്. അപ്പം അവർക്ക് കുറെ കൊളസ്ട്രോൾ ഈ യൂറിൻ്റെ അകത്തൂടെ എക്സ്ക്രീറ്റ് ചെയ്യും. ഓക്കെ, അത് കാരണം ഒരു മിൽക്കി അപ്പിയറൻസ് ആയിരിക്കും. അപ്പൊ ഫ്രോത്തി അപ്പിയറൻസും ഉണ്ട്, മിൽക്കി അപ്പിയറൻസും ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ യൂറിൻ്റെ അകത്ത് നോക്കുന്ന സംഭവങ്ങൾ എന്ന് വെച്ചാല് യൂറിൻ്റെ അകത്ത് റെഡ് സെൽസ് നോക്കാം. ഓക്കെ, പിന്നെ കാസ്റ്റ്, കുറെ കാസ്റ്റ് ഉണ്ടല്ലോ, റെഡ് സെൽ കാസ്റ്റ്, അങ്ങനെ കുറെ സംഭവങ്ങൾ, അതെല്ലാം നോക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നതാണ് പ്രോട്ടീനൂറിയ. ഇത് നമ്മൾ വിശദമായി കുറെ പറയാനുണ്ട്. പ്രോട്ടീനൂറിയ എന്ന് പറയുമ്പോൾ നമ്മൾ 24 hour യൂറിനറി പ്രോട്ടീൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു ഗ്രേറ്റർ ദാൻ നോർമലി 150 milligram പെർ ഡേ ഒക്കെ കാട്ടി കുറവായിരിക്കും നോർമലി ഒരാളെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിലും കൂടുതലാണെങ്കിൽ പ്രോട്ടീനൂറിയ എന്ന് പറയും, ഗ്രേറ്റർ ദാൻ 150 milligram പെർ ഡേ. ഓക്കെ, യൂഷ്വലി ഇങ്ങനെ പോകുന്ന പ്രോട്ടീൻസിന് നമ്മളൊരു പേര് പറയും, താം ഹോസ്ഫോൾ എന്ന പ്രോട്ടീന്റെ പേര് കേട്ടോ, TAMM. ഒന്നുമില്ല, യൂറിൻ്റെ അകത്തൂടെ പാസ് ചെയ്യുന്ന പ്രോട്ടീന്റെ പേരാണ് താം ഹോസ്ഫോൾ, FALL. ഓക്കെ, താം ഹോസ്ഫോൾ പ്രോട്ടീൻസ് എന്ന് പറയുന്ന.
അപ്പൊ പ്രോട്ടീനൂറി ഉണ്ടാവും. അത് നമ്മൾ 24 hour യൂറിനറി പ്രോട്ടീൻ നമ്മൾ നോക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 150 milligram പെർ ഡേ ആയിരിക്കും. ഇനി നെഫ്രോട്ടിക് റേഞ്ച് പ്രോട്ടീനൂറിയ എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 3 gram പെർ 24 hour യൂറിൻ ആയിരിക്കും. ഓക്കെ, ഗ്രേറ്റർ ദാൻ 3 gram, ഗ്രേറ്റർ ദാൻ 3 gram in 24 hour യൂറിൻ പ്രോട്ടീൻ. സ്റ്റാർട്ടിങ് ഒരു മാസീവ് പ്രോട്ടീനൂറിയ പറഞ്ഞില്ലായിരുന്നു, മോർ ദാൻ 1 gram. ആ, അത് നെഫ്രോട്ടിക് റേഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല. മാസീവ് എന്ന് പറഞ്ഞ എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. നമ്മൾ നെഫ്രോട്ടിക് റേഞ്ച് എന്ന് പറയണമെങ്കിൽ ഗ്രേറ്റർ ദാൻ 3 വരണം. ഓക്കെ, മനസ്സിലായോ? ക്രൈറ്റീരിയ വെച്ച് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞ മാസീവ് എന്ന് പറഞ്ഞത്, ഗ്രേറ്റർ ദാൻ 1 gram per meter square per day. ഓക്കെ, ഇനി ഇതൊക്കെ നമ്മൾ അതായത് നമ്മൾ ഈ പ്രോട്ടീൻസിനെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന, അതായത് എത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് ഡിപ്സ്റ്റിക് വഴിയായിരുന്നു. അതാണ് ഈ കാണുന്നത് ഡിപ്സ്റ്റിക്. അതായത് നമ്മൾ യൂറിൻ്റെ അകത്തോട്ട് ഈ സ്ട്രിപ്പ് ഇട്ട് നോക്കും, എന്നിട്ട് ഏത് കളറാന്ന് നോക്കും, അതിനനുസരിച്ച് എത്ര കോൺസെൻട്രേഷൻ ഇതിൻ്റെ അകത്ത് കണ്ടോ. ഇപ്പൊ പ്രോട്ടീൻ എത്ര കോൺസെൻട്രേഷൻ ആണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും, എത്രമാത്രം ഉണ്ടെന്ന് അളവ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇതൊരു ആക്യുറേറ്റ് മെത്തേഡ് അല്ല, ഇതിന് വേരിയേഷൻസ് വരാം. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള ഏറ്റവും നല്ല ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ PCR ആണ്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അല്ല, പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ. കേട്ടോ, പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ എന്നാണ്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോർട്സ് സാമ്പിളിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന മെത്തേഡാണ് പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എത്രമാത്രം എമൗണ്ട് ഓഫ് പ്രോട്ടീൻ അറിയാം, അതുപോലെ തന്നെ പ്രോഗ്രഷൻ ഓഫ് റീനൽ ഡിസീസ് അറിയാം. ഓക്കെ, എമൗണ്ടും അറിയാൻ പറ്റും, പ്രോഗ്രഷൻ ഓഫ് റീനൽ ഡിസീസ്. ഗ്രേറ്റർ ദാൻ 2 ആണെന്ന് തോന്നുന്നു ടെക്സ്റ്റിൽ, അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഇല്ല, കുറെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം അറ്റ്ലീസ്റ്റ് 2 എന്ന് ഓർത്തോളൂ, ഗ്രേറ്റർ ദാൻ 2. സാർ അങ്ങനെ പറഞ്ഞു, ഗ്രേറ്റർ ദാൻ 2. ഓക്കെ, അപ്പം പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ ആണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ ACR ഉണ്ട്. ACR എന്തുമായിരിക്കും? ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു അസയാണ്, ഇമ്യൂണോ അസയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതലും റിസ്ക് ഉള്ള പേഷ്യൻസിന്, അതായത് ഇപ്പം ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാകാൻ ചാൻസ് ഉള്ള പേഷ്യൻസിന് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത്, ആൽബുമിനോ ക്രിയാറ്റിൻ റേഷ്യോ, ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ആൽബുമിനൂറിയ. ഈ ആൽബുമിനൂറിയ എന്ന് പറയുന്നത് പെർസിസ്റ്റന്റ് ആൽബുമിനൂറിയ ആയിരിക്കും. അതായത് കുറെ നാൾ, ഒരു 6 weeks, മോർ ദാൻ 6 weeks ഒക്കെ നിൽക്കാം. അതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്ലോമറുലാർ ഡിസീസിന്റെ ഏർലി സ്റ്റേജ് ആയി, അതായത് ഡാമേജ് തുടങ്ങിയെന്ന. ഓക്കെ, പെർസിസ്റ്റന്റ് ആൽബുമിനൂറിയ സിഗ്നിഫിക്സ് ഏർലി സ്റ്റേജസ് ഓഫ് ഗ്ലോമറുലാർ ഡിസീസ്. അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ട്, ആത്രോസ്ക്ലിറോസിസ് റിസ്ക് ഉണ്ട്, CVS ഡിസീസ് ഉണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പെർസിസ്റ്റന്റ് ആൽബുമിനൂറിയ. ഓക്കെ, ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇനി നമ്മൾ ബ്ലഡിന്റെ അകത്ത് നോക്കും. വേറൊന്നും കൂടെ ഉണ്ടേ, ഇതിപ്പോ യൂറിന്റെ അകത്ത് ഹെമറ്റൂറിയയും കൂടെ നോക്കണം. ഹെമറ്റൂറിയ മൈക്രോസ്കോപ്പിക് അറിയാം, ഗ്രോസ് അറിയാം. ഓക്കെ, മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ ഗ്രോസ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ഫസ്റ്റ് 24 hour യൂറിനറി പ്രോട്ടീൻ, അത് നമ്മൾ നോക്കുന്ന ഡിപ്സ്റ്റിക് വഴിയാണ്. അത് പക്ഷെ എത്രമാത്രം ഉണ്ടെന്നേ അറിയാൻ പറ്റത്തുള്ളൂ, കറക്റ്റ് ഒരു ആക്യുറേറ്റ് മെത്തേഡ് അല്ല. ഓക്കെ, പിന്നെ നെഫ്രോട്ടിക് റേഞ്ച് നമ്മൾ പറഞ്ഞു, പ്രോട്ടീനൂറിയ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 3 gram ആണ് 24 hour യൂറിൻ നോക്കുമ്പോൾ. പിന്നെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏറ്റവും അടിപൊളി ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ ആണ്. അത് നമുക്ക് എമൗണ്ടും മനസ്സിലാക്കാം, ഡിസീസ് പ്രോഗ്രഷനും മനസ്സിലാക്കാം. പിന്നെ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ഡയബറ്റിക് നെഫ്രോപ്പതി ഉള്ള പേഷ്യൻസിന് മാത്രം. പിന്നെ ആൽബുമിനൂറിയ ഉണ്ട്, അതായത് പെർസിസ്റ്റന്റ് ആൽബുമിനൂറിയ ഉണ്ടെങ്കിൽ നമ്മുടെ നിഗമനം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഗ്ലോമറുലാർ ഡിസീസിന്റെ സ്റ്റേജസ് ആയി, അല്ലെങ്കിൽ ആത്രോസ്ക്ലിറോസിന്റെ റിസ്ക് ഉണ്ടെന്ന പേഷ്യന്റിന്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് അല്ല, ഈ റേഷ്യോ എന്തായാലും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മൾ ബ്ലഡിൽ എന്തൊക്കെ കാണും? ബ്ലഡിൽ ഫസ്റ്റ് ഫീച്ചേഴ്സ് എന്തുവാണ്? ഹൈപ്പോ ആൽബുമിനീമിയ. ഓക്കെ, കാരണം ഉള്ള ആൽബുമിൻ എല്ലാം യൂറിന്റെ അകത്തൂടെ പോയി. ഹൈപ്പോ ആൽബുമിനീമിയ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 2.5, ഞാൻ പറഞ്ഞല്ലോ ആദ്യം, gram per deciliter. അപ്പൊ അത് എഴുതി വെക്കുക. പിന്നെ രണ്ടാമത്തത് ഹൈപ്പോ നാട്രീമിയ, ഹൈപ്പോയാണ്. കാരണം എന്തുവാ, ഈ സോഡിയം വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകുമ്പോൾ ഫ്ലൂയിഡ് എല്ലാം കൂടെ എന്ത് ചെയ്യും, ബോഡി അബ്സോർബ് ചെയ്യും. അപ്പൊ ഒരു ഡയലൂട്ടഡ് സ്റ്റേറ്റ്. അപ്പം അതിന്റെ അകത്ത് കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം നോക്കുവാണെങ്കിൽ കുറവായിരിക്കും, അതാണ് ഹൈപ്പോ നാട്രീമിയ ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ലോ ആൽബുമിൻ, പിന്നെ ഹൈപ്പോ നാട്രീമിയ, പിന്നെ ഞാൻ പറഞ്ഞു ഹൈപ്പർ ലിപ്പിഡീമിയ, അതുകൊണ്ട് കൊളസ്ട്രോൾ കൂടിയിരിക്കും. ഓക്കെ, അപ്പം ഹൈപ്പോ ആൽബുമിനീമിയ, ഹൈപ്പോ നാട്രീമിയ, കൊളസ്ട്രോൾ ഇൻക്രീസ്ഡ്, ഹൈപ്പർ ലിപ്പിഡീമിയ. അതാണ് ബ്ലഡിലെ ഇൻവെസ്റ്റിഗേഷൻസ്.
ഇനി നമ്മൾ ചെയ്യേണ്ട വേറൊരു ഇൻവെസ്റ്റിഗേഷൻ ആണ് റീനൽ ബയോപ്സി. റീനൽ ബയോപ്സിക്ക് കുറെ ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഈ പേഷ്യൻസ് വിത്ത് എറ്റിപ്പിക്കൽ ഫീച്ചേഴ്സ്, അതായത് എറ്റിപ്പിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ഓക്കെ, ലെസ് ദാൻ 12 മന്ത് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, ലെസ് ദാൻ 1 ഇയർ ആണ് അങ്ങനെയുള്ളത്. അല്ലെങ്കിൽ ഇംപെയർഡ് ആയിട്ടുള്ള റീനൽ ഫങ്ഷൻസ് ഉള്ളവര്, അല്ലെങ്കിൽ ഗ്രോസ് ഹെമറ്റോറിയ, അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ഹെമറ്റോറിയ. ഇതൊക്കെയാണ് നമ്മുടെ റീനൽ ബയോപ്സിയുടെ ഇൻഡിക്കേഷൻ. റീനൽ ബയോപ്സിയുടെ ഇൻഡിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ പെർസിസ്റ്റന്റ് ഹെമറ്റോറിയ കുറെ നാളായിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്രോസ് ഹെമറ്റോറിയ ഫുൾ ആയിട്ട് യൂറിൻ ഫുള്ള് യൂണിഫോമിലി കളേർഡ് ആയിട്ട് ബ്ലഡ് ഉണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഏജ് ലെസ് ദാൻ 12 മന്ത് ഉള്ളവർക്ക്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് നമ്മൾ റീനൽ ബയോപ്സി ചെയ്യുന്നത്, ഇംപെയർഡ് റീനൽ ഫങ്ഷൻസ് ഒക്കെ ഉള്ളവർ. ഓക്കെ, നമ്മൾ ഈ റീനൽ ബയോപ്സി എടുത്തിട്ട് ആ സ്പെസിമെൻ എടുത്തിട്ട് നമ്മൾ കറക്റ്റ് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ വെച്ച് നോക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല, നെഫ്രോട്ടിക് സിൻഡ്രോം ആണോ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുന്ന 2 ടെക്നിക്കാണ്. ഒന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ്. ഓക്കെ, ഇതിലെ ഫസ്റ്റ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി നമ്മൾ നോക്കുമ്പോൾ ഈ ഗ്ലോമർലെ, ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ പത്തോളജി തന്നെ പറഞ്ഞു ഗ്ലോമർലയിൽ ലീഷൻ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പൊ നമ്മൾ ആ ഗ്ലോമർല ക്യാപ്പിലറീസ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വഴി നോക്കും. അപ്പം നോർമലി ഈ ക്യാപ്പിലറീസ് എന്ന് പറയുമ്പോൾ ഈ നോർമൽ ഗ്ലോമർല ക്യാപ്പിലറി കീപ്സ് ദ പ്രോട്ടീൻ മോളിക്യൂൾസ് ഇൻ ദ ബ്ലഡിന്റെ അകത്ത് തന്നെ അത് കീപ്പ് ചെയ്യും. പക്ഷെ ഈ അതായത് ഈ അടിച്ചുപോയ ഈ ഗ്ലോമർലാർ ഇതിന്റെ ഇത് കണ്ടോ, ഇതിന് ഗ്ലോമർലൈനെ ലൈൻ ചെയ്യുന്ന സെൽസിന്റെ പേരാണ് പോഡോസൈറ്റ് എന്ന് പറയുന്നത്. ഗ്ലോമർലാർ ക്യാപ്പിലറീസിനെ ലൈൻ ചെയ്യുന്ന എപ്പിത്തീലിയൽ പോഡോസൈറ്റ് എന്ന് പറയും. ഓക്കെ, അതിന് കുറെ പ്രോസസ് ഒക്കെ ഉണ്ട്. ഈ പ്രോസസ് എല്ലാം അങ്ങ് ഒബ്ലിറ്ററേറ്റ് ആയി പോകും, അതായത് നശിച്ചു പോകും. ഒബ്ലിറ്ററേഷൻ ഓഫ് എപ്പിത്തീലിയൽ ഫുഡ് പ്രോസസ് എന്ന് പറയുന്നത്. അത് കാരണം ഈ പ്രോട്ടീൻസ് എല്ലാം കൂടെ വെളിയിലോട്ട് ചാടും യൂറിന്റെ അകത്തോട്ട്. മനസ്സിലായോ? അത് നമുക്ക് കാണാൻ പറ്റും, ഒബ്ലിറ്ററേഷൻ ഓഫ് എപ്പിത്തീലിയൽ ഫുഡ് പ്രോസസ്. ഇതിനകത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കണ്ടോ, ആ മുകളിലത്തേലാണെങ്കിൽ കുറെ ഇങ്ങനെ ക്രിപ്സും അതുപോലെ കാണുന്നില്ല, പക്ഷെ താഴത്തേനാണെങ്കിൽ അങ്ങനെ പോഡോസൈറ്റിന്റെ ആ ഒരു എപ്പിത്തീലിയൽ ഫുഡ് പ്രോസസ്സ് ഡാമേജ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഇത് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലാണ് കാണുന്നത്. റീനൽ ബയോപ്സി എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി വെച്ചിട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ലിറ്ററേഷൻ ഓഫ് എപ്പിത്തീലിയൽ ഫുഡ് പ്രോസസ് ആണ്. ഓക്കെ, ഇതാണോ കുറച്ചും കൂടെ നല്ല പടം? കണ്ടോ, നോർമലി ഇങ്ങനെ ഇരിക്കേണ്ട സാധനം എല്ലാം ഫുഡ് പ്രോസസ്സിൽ അടിച്ചു പോയി. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ടെക്നിക്കാണ് ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ്. അതെന്ന് പറയുമ്പോൾ ഇമ്മ്യൂണോ ഫ്ലൂറസെന്റ് ആയിട്ടുള്ള ഒരു ഡൈ നമ്മൾ കൊടുത്തിട്ട് നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മെസാഞ്ചിയത്തിൽ IgM ഡെപ്പോസിറ്റ് ചെയ്ത് കാണാൻ പറ്റും, IgM. ഓക്കെ, അപ്പം ഇത് രണ്ടും റീനൽ ബയോപ്സിയുടെയാണ്. അപ്പൊ ജസ്റ്റ് ഇൻവെസ്റ്റിഗേഷനെ എല്ലാം ഒന്ന് പറയാവേ. ഫസ്റ്റ് നമ്മൾ യൂറിൻ കാണുമ്പോൾ അതിന്റെ അപ്പിയറൻസ് നോക്കണം, ഫ്രോത്തി അപ്പിയറൻസ്. പ്രോട്ടീൻ കൂടുന്നതിനനുസരിച്ച് ഫ്രോത്തും കൂടും. പിന്നെ നമ്മൾ പറയുന്ന മിൽക്കി അപ്പിയറൻസ്. മിൽക്കി അപ്പിയറൻസ് എന്തുകൊണ്ടാണ്? കൊളസ്ട്രോൾ കൂടുന്നത്. ഓക്കെ, കൊളസ്ട്രോൾ കൂടുന്നത് എന്താണെന്ന് ഞാൻ പത്തോളജി പറഞ്ഞില്ല, ഇപ്പോ പ്രോട്ടീൻസ് കൂടുന്നുണ്ട്. പിന്നെ നമ്മൾ 24 അവർ യൂറിൻ പ്രോട്ടീൻ നോക്കും. അതിന് ഉള്ള മെത്തേഡാണ് ഡിപ്സ്റ്റിക്. ആ ഡിപ്സ്റ്റിക് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ പ്രോട്ടീൻസ് എത്രയാണെന്ന് നോക്കും. ഗ്രേറ്റർ ദാൻ 150 മില്ലിഗ്രാം പ്രോട്ടീൻ ആണെങ്കിൽ നമുക്ക് പ്രോട്ടീനൂറിയ ഉണ്ടെന്ന് പറയാം. ഈ നെഫ്രോട്ടിക് റേഞ്ച് എന്ന് പറയണമെങ്കിൽ ഗ്രേറ്റർ ദാൻ 3 ഗ്രാം പറയണം. ഓക്കെ, 3 ഗ്രാം ഇൻ 24 അവർ യൂറിൻ. പിന്നെ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ ആണ്. അതാവുമ്പോൾ നമുക്ക് ക്വാണ്ടിഫൈയും ചെയ്യാം, അതുപോലെ തന്നെ പ്രോഗ്രഷൻ ഓഫ് ഡിസീസും അറിയാം. പിന്നെ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ഡയബറ്റിക് പേഷ്യൻസിന് മാത്രമേ നമ്മളത് ചെയ്യത്തുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ബ്ലഡിന്റെ അകത്ത് നമ്മൾ ആൽബുമിൻ കുറവായിരിക്കും, സോഡിയം കുറവായിരിക്കും, കൊളസ്ട്രോൾ കൂടുതലായിരിക്കും. ഓക്കെ, പിന്നെ റീനൽ ബയോപ്സി പറഞ്ഞു. റീനൽ ബയോപ്സിയിൽ നമ്മൾ റീനൽ ബയോപ്സി എടുത്തിട്ട്, അതായത് സെക്ഷൻ എടുത്തിട്ട് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴി നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഒബ്ലിറ്ററേഷൻ ഓഫ് എപ്പിത്തീലിയൽ ഫുഡ് പ്രോസസ്, അല്ലെങ്കിൽ ലോസ് ഓഫ് എപ്പിത്തീലിയൽ ഫുഡ് പ്രോസസ്, എന്ത് വേണേലും പറയാം. അതായത് ഗ്ലോമർലൈനെ ലൈൻ ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയത്തിന് പോഡോസൈറ്റ്സ്, അതിന് കുറെ ഫുഡ് പ്രോസസ് ഉണ്ട്. അതൊക്കെ ഡാമേജ് ചെയ്തിട്ട് അത് ഈ ബ്ലഡ് ക്യാപ്പിലറീസിന്റെ ലൂമിലുള്ള എല്ലാ ബ്ലഡിന്റെ അകത്തുള്ള എല്ലാ പ്രോട്ടീനും കൂടെ യൂറിന്റെ അകത്തോട്ട് എസ്കേപ്പ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി നോക്കുമ്പോൾ കാണുന്നത്. ഇനി ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ് നോക്കുമ്പോൾ IgM ഡെപ്പോസിറ്റ് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് അതിന്റെ പടം. ഇനി ഞാൻ നേരത്തെ കുറെ സെക്കൻഡറി കോസസ് പറഞ്ഞില്ലേ, പോരട്ടെ. ഒന്നാമത്തെ SLE നമ്മൾ എന്ത് ചെയ്യണം? SLEക്ക് ആന്റി ന്യൂക്ലിയർ ആന്റിബോഡി. ഓക്കെ, ഇനി നമ്മള് TB ഞാനൊരു കോസായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ TB ആണോന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം?
ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ്, AFB സ്റ്റെയിനിങ് ഒക്കെ ചെയ്തു നോക്കണം. ഓക്കെ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ഞാൻ പറഞ്ഞു, ഹെപ്പറ്റൈറ്റിസ് ബി നെഫ്രോപ്പതി വരും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി ആന്റിജൻ, സർഫസ് ആന്റിജൻ നോക്കും, HBsAg. ഓക്കെ. UTI ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂറിൻ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്യണം. ഓക്കെ. പിന്നെ പോസ്റ്റ് ഇൻഫെക്ഷസ് ഗ്ലോമർലോ നെഫ്രൈറ്റിസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആന്റിസ്ട്രെപ്റ്റോലൈസിൻ O, നമ്മൾ സ്ട്രെപ്റ്റോകോക്കിന്റെ ഇത് നോക്കുന്ന ASO ടൈറ്റർ അല്ലേ, അത് നോക്കണം. പിന്നെ TB ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെസ്റ്റ് എക്സ്റേ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാം. TB ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് AFB സ്റ്റെയിനിങ് ചെയ്ത് നോക്കാം, പിന്നെ ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം, ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കാം. SLE ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ആന്റി ന്യൂക്ലിയർ ആന്റിബോഡി എടുത്ത് നോക്കാം. ഓക്കെ. ഇനി UTI ഒരു സെക്കൻഡറി കോസ് ആയിട്ട് പറഞ്ഞു, അതുകൊണ്ട് എന്തുവാ യൂറിൻ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി അത് മനസ്സിലാവണം. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ HBsAg ആന്റിജൻ നോക്കണം. HBsAg ആന്റിജൻ നോക്കുക. ഓക്കെ. പിന്നെ പോസ്റ്റ് ഇൻഫെക്ഷസ് ഗ്ലോമർലോ നെഫ്രൈറ്റിസ് കോസ് ആയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, അതാണെങ്കിൽ ASO ടൈറ്റർ നോക്കണം, C3 ലെവലൊക്കെ നോക്കുക. ഓക്കെ. ഇത് DDs എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിന്റെ മാനേജ്മെന്റിലോട്ട് പോകാം. ഇത് അതിനു മുമ്പേ ഇത് മെഡിസിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് പീഡിയാട്രിക്കിലെ ഇൻവെസ്റ്റിഗേഷനാണ്. മെഡിസിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഒരേ ഒറ്റ ചാർട്ടേ ഉള്ളൂ. അതെന്താന്ന് പറഞ്ഞാൽ മറ്റേതുപോലെ സെയിം തന്നെ. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ചെയ്യുന്ന ഡിപ്സ്റ്റിക്ക. ഇതിനകത്ത് നമ്മൾ റിപ്പീറ്റഡ് പ്രോട്ടീനൂറിയ. ഓക്കെ. അതായത് നമ്മൾ ഡിപ്സ്റ്റിക് ചെയ്ത് നോക്കി എപ്പോഴും നമുക്ക് പ്രോട്ടീനൂറിയയുടെ അതേ റേഞ്ചിലാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ലെവല് നോക്കും. ആ ലെവൽ നോക്കിയിട്ട് നമ്മൾ രണ്ടായിട്ട് തിരിക്കും, സബ്സ്റ്റാൻഷ്യൽ എന്നും അല്ലെങ്കിൽ മോഡറേറ്റ് ഓർ ലോ ഗ്രേഡ് എന്നും നെഫ്രോട്ടിക് സിൻഡ്രോത്തിന് പറയാം. ഓക്കെ. അതെന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ 24 hour യൂറിൻ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രോട്ടീൻ ഗ്രേറ്റർ ദാൻ 1 gram ആയിരിക്കും. PCR പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ ഗ്രേറ്റർ ദാൻ 100 milligram ആയിരിക്കും. ACR ഗ്രേറ്റർ ദാൻ 70. അത് നേരെ തിരിച്ചിട്ടാൽ മതി ഇവിടെ, ലെസ് ദാൻ. ഓക്കെ. അതിനെയാണ് നമ്മൾ മോഡറേറ്റ് റേഞ്ച് എന്ന് പറയുന്നത്, മോഡറേറ്റ് ഓർ ലോ ഗ്രേഡ് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം ഈ സബ്സ്റ്റാൻഷ്യൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സിവിയർ ആണ്. നേരെ നമ്മൾ എന്തോ എടുക്കുക, റീനൽ ബയോപ്സി ചെയ്ത് നോക്കുക. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ മാസീവ് പ്രോട്ടീനൂറിയ, മാസീവ് ഹെമറ്റൂറിയ, ഇതെല്ലാം ഇൻഡിക്കേഷൻസ് ഫോർ റീനൽ ബയോപ്സിയ. അപ്പൊ നേരെ നമ്മൾ റീനൽ ബയോപ്സി ചെയ്ത് നോക്കുക. ഇനി നേരത്തെ കുറച്ച് പ്രോട്ടീൻ അല്ലെങ്കിൽ PCR ACR ഒക്കെ കുറവുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ടോ നോക്കുക, ഹൈപ്പർ ടെൻഷൻ വരുന്നുണ്ടോ നോക്കുക, പ്രോട്ടീനൂറിയ കുറച്ചും കൂടെ സിവിയർ ആണോ നോക്കുക, പിന്നെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുക. പിന്നെ ഫാമിലിയിൽ എന്തെങ്കിലും റീനൽ ഡിസീസ് ഉണ്ടോ, എന്തെങ്കിലും സിസ്റ്റമിക് ഡിസീസ് പേഷ്യൻസിനുണ്ടോ എന്നൊക്കെ നോക്കുക. ഇതുണ്ടെന്നാണെങ്കിൽ വീണ്ടും നമ്മൾ റീനൽ ബയോപ്സി ചെയ്യും. ഇല്ലെന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒബ്സർവേഷൻ ചെയ്യണം. അതായത് ഇയാൾ എപ്പോഴും വന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, BP ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായോ? ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, സബ്സ്റ്റാൻഷ്യൽ ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, പിന്നെ ഈ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ. ഇങ്ങനെയുള്ളവർക്ക് നേരെ ബയോപ്സി ചെയ്യും. ഓക്കെ. എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? ചെറുതായിട്ട്. ഇവിടെ പിള്ളേർ കിടന്ന് അലമ്പുന്നേ. ഓക്കെ. ഇനി നമ്മൾ മാനേജ്മെന്റ് ആണ് പറയുന്നത്. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ജനറൽ മാനേജ്മെന്റ് ഉണ്ട്, സ്പെസിഫിക് മാനേജ്മെന്റ് ഉണ്ട്. ഓക്കെ. ആദ്യം ജനറൽ മാനേജ്മെന്റ് പറയാം. ജനറൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേഷ്യന്റ് വരുമ്പോൾ ഇവർക്ക് ഹൈപ്പോ ആൽബുമിനീമിയ അല്ലേ, അതുകൊണ്ട് നമ്മൾ ആദ്യം പറയുന്നത് ഡയറ്റ്, നല്ല പ്രോട്ടീൻസ് റിച്ച് ആയിട്ടുള്ള ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ സോൾട്ട്. ഓക്കെ. ഒരുപാട് സോൾട്ട് കൊടുക്കരുത്. അതായത് കഴിച്ചുകൊണ്ടിരിക്കുന്ന എത്ര സോൾട്ട് ആണോ അത് കണ്ടിന്യൂ ചെയ്യുക, സോൾട്ട് കുറയ്ക്കുകയൊന്നും ചെയ്യരുത്. ഓക്കെ. മനസ്സിലായോ? ഹൈപ്പോനാട്രീമിയ, അതുകൊണ്ട് ഒറ്റയടിക്ക് നമ്മൾ സോഡിയം കുറയ്ക്കരുത്. പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കുക. ഓക്കെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടത് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആയിരിക്കണം ഇവർ കഴിക്കേണ്ടത്. അപ്പൊ ഡയറ്റ് ആയി. ഈ രണ്ടാമത്തെ ഇതെന്ന് പറയുമ്പോൾ എഡിമ യൂഷ്വലി നമ്മൾ ഈ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ, ഇതിപ്പം ജനറൽ മാനേജ്മെന്റ് അല്ലേ പറഞ്ഞത്, സ്പെസിഫിക് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ എഡിമ കുറഞ്ഞോളും. ഇനി അഥവാ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് എഡിമ കുറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഡയൂററ്റിക്സ് കൊടുക്കണം. ഡയൂററ്റിക്സ് നമ്മൾ കൊടുക്കുന്നത് യൂഷ്വലി ഫ്രൂസിമൈഡ് ആണ്. ഓക്കെ. ഫ്രൂസിമൈഡിന്റെ ഡോസ് എന്ന് പറഞ്ഞാൽ 1 to 4 mg/kg ഇൻ 2 ഡിവൈഡഡ് ഡോസസ് ആണ്. ഫ്രൂസിമൈഡ് അല്ലെങ്കിൽ വേറെ ഡ്രഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേറൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് സ്പൈറനോലാക്ടോൺ കൊടുക്കാം. അതെന്ന് പറഞ്ഞാൽ 2 to 3 ആയിരിക്കും. ഇവിടെ 1 to 4 അല്ലേ, അത് 2 to 3. ഓക്കെ. 2 to 3
milligram per kilogram in 2 divided doses. അപ്പോൾ 1, 2, 3, 4 എന്ന് ഓർത്ത് വെച്ചാൽ മതി. 1 to 4 ഫ്രൂസിമേഡ്, 2 to 3 സ്പൈറോണലാക്ടോൺ. ഫ്രൂസിമേഡ് ഒറ്റയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്രൂസിമേഡ് വിത്ത് സ്പൈറോണലാക്ടോൺ കൊടുക്കാം എഡിമ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഡയറ്റ് ആയി എഡിമ കുറച്ചു. ഇനി മൂന്നാമത്തെ ഞാൻ പറഞ്ഞു ഹൈ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. കാരണം കുറെ ഈ ബെൻസ് ജോൺസ് പ്രോട്ടീൻസ് ഒക്കെ വഴി അങ്ങനെ പോകുന്നുണ്ട്, ഇൻഫെക്ഷൻസിന് ഭയങ്കര ചാൻസ്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? ആന്റിബയോട്ടിക്സ് കൊടുക്കണം. ന്യൂമോകോക്കി, മെനിഞ്ചോകോക്കി ഇൻഫെക്ഷൻസിനെതിരെ ആന്റിബയോട്ടിക്സ് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നത് വാക്സിൻസ്, പ്രൊഫൈലാക്സിസ് ആയിട്ട് വാക്സിൻസ് ഒക്കെ കൊടുക്കുക. ന്യൂമോകോക്കൽ വാക്സിൻ, ചിക്കൻ പോക്സ് വാക്സിൻ. ഓക്കെ, പിന്നെ പേരന്റിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക ഈ ഡിസീസിനെ കുറിച്ചും ഇത് എങ്ങനെയായിരിക്കും കുട്ടിയെ അഫക്ട് ചെയ്യുന്ന അതിനൊക്കെ കുറിച്ച് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഓക്കെ, ഇനി ഹോം കെയർ. അതായത് വീട്ടിൽ വിട്ടിട്ട് ഈ പേഷ്യന്റിനെ നമ്മൾ വീട്ടിൽ വിട്ടിട്ട്, അതായത് വലിയ മാസീവ് ആയിട്ടുള്ള പ്രോട്ടീനൂറിയ ഒന്നും ഇല്ല, ചെറിയൊരു അളവിലെ പ്രോട്ടീനൂറിയ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇവരോട് പറയാം ആൽബുമിനൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യണം, വെയിറ്റ് ചെക്ക് ചെയ്യണം, BP ഒക്കെ ചെക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ചാർട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം എന്നൊക്കെ പറയും. അതാണ് ഹോം കെയർ. അപ്പൊ ജസ്റ്റ് ജനറൽ മാനേജ്മെന്റിന്റെ അകത്ത് പറയുവാണെങ്കിൽ ഫസ്റ്റ് ഡയറ്റ്, അത് ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് എഡിമയ്ക്ക് നമ്മൾ ഫ്രൂസിമേഡ് അല്ലെങ്കിൽ ലൂപ്പ് ഡയററ്റിക്സ് ആണ് നമ്മൾ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. അത് 1 to 4 ആണ് 2 ഡിവൈഡഡ് ഡോസസിൽ. ഓക്കെ, ഇനി ഒരു ആൾട്ടർനേറ്റ് എന്ന് പറയുന്നത് സ്പൈറോണലാക്ടോൺ ആണ്. പിന്നെ ഇൻഫെക്ഷൻസ് ആയതുകൊണ്ട് ആന്റിബയോട്ടിക്സ് കൊടുക്കാം. പിന്നെ പാരന്റിന് എഡ്യൂക്കേഷൻ കൊടുക്കുക, വാക്സിനേഷൻ കൊടുക്കുക. ഹോം കെയറിന്റെ അകത്താണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ചാർട്ട് ആണ് മെയിൻ ആയിട്ട്. പിന്നെ വെയിറ്റ്, BP അതൊക്കെ നോക്കി വെക്കുക. ഓക്കെ, ഇതിന്റെ അകത്ത് സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സ്പെസിഫിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഇമ്മ്യൂണിറ്റി, അതായത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ് ഇതിന്റെ മെയിൻ പത്തോളജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ടുള്ള കുറെ ഡ്രഗ്സ് കൊടുക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീറോയിഡ് ആണ്. ഓക്കെ, പ്രെഡ്നിസലോൺ അല്ലെങ്കിൽ പ്രെഡ്നിസോൺ കൊടുക്കുക. പ്രെഡ്നിസോൺ. ഓക്കെ, ഈ പ്രെഡ്നിസലോൺ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഡോസ് എന്ന് പറഞ്ഞാൽ 60 milligram per meter square per day ആണ്. 60 milligram per meter square per day. ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു 6 weeks കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത 6 weeks ഈ 60 എന്നുള്ളത് മാറ്റി 40 ആക്കുന്നു. 40 milligram per meter square per day. ഒറ്റ ഡോസേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ 40 കൊടുക്കുന്നത് 60 milligram എല്ലാ ദിവസവും കൊടുക്കും. 40 തൊട്ട് നമ്മൾ അടുത്ത വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റ് ഡേയിലേ കൊടുക്കത്തുള്ളൂ. അതായത് ഞാൻ പറയാം, ആദ്യത്തെ 6 weeks എല്ലാ ദിവസവും ആദ്യത്തെ 6 weeks എല്ലാ ദിവസവും 60 milligram വെച്ച് കൊടുക്കും. ഓക്കെ, അടുത്ത 6 weeks നമ്മൾ 40ലാണ് എന്ത് ചെയ്യുന്നത്, അത് ഓൾട്ടർനേറ്റ് ഡേയിൽ കൊടുത്താൽ മതി, ഓരോ ദിവസം ഇടവിട്ട്. അതും സിംഗിൾ ഡോസ് തന്നെയാണ്, ഒറ്റ ഡോസ്. ഓക്കെ, 60 milligram per meter square per day സിംഗിൾ ഡോസ് 6 weeks, 40 milligram per meter square per day alternate days for 6 weeks. ഇത് കൊടുക്കുമ്പോൾ തന്നെ എഡിമ, പിന്നെ നമ്മൾ പറഞ്ഞ എല്ലാ കോംപ്ലിക്കേഷൻസും ഒരുവിധം കുറയും. അതാണ് ഞാൻ പറഞ്ഞ ജനറൽ മാനേജ്മെന്റിൽ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ എഡിമ കുറഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഡയററ്റിക്സ് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ഡയററ്റിക്സ് കൊടുത്ത് ഈ പേഷ്യന്റ് എല്ലാം കൂടെ ഹൈപ്പോവോളീമിക് ആയി പോകും. ഓക്കെ, നോർമലി ഹൈപ്പോവോളീമിക് ആണ്, അപ്പൊ ഡയററ്റിക് കൂടെ കൊടുത്ത് കുറച്ചും കൂടെ വേഴ്സൺ ആവും. അപ്പൊ നമ്മൾ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് കൊടുത്ത് എഡിമ കുറയുന്നുണ്ടോ നോക്കുക. എഡിമ കുറഞ്ഞില്ലേ മാത്രമേ ഡയററ്റിക്സ് കൊടുക്കാവൂ. ഓക്കെ, ഇതിന്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്താ, വാട്ട് ആർ ദ കോംപ്ലിക്കേഷൻസ് ഓഫ് നെഫ്രോട്ടിക് സിൻഡ്രോം, അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതിലെ ഫസ്റ്റ് കോംപ്ലിക്കേഷൻ ആണ് എഡിമ. എഡിമ വരാൻ 2 കോസാ. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഹൈപ്പോ ആൽബുമിനീമിയ അല്ലെങ്കിൽ ഓങ്കോട്ടിക് പ്രഷർ കുറയുന്നതുകൊണ്ട് ഇതിൽ തന്നെ എഡിമ വരാം. പിന്നെ നമ്മൾ ഈ ഡയൂററ്റിക്സ് ഒക്കെ കൊടുക്കുവാണ്, അല്ലെങ്കിൽ ഓറൽ സൊല്യൂഷൻസ് അങ്ങനെ എന്തോ സംഭവം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, അങ്ങനെ എഡിമ വരാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓവർ ഡോസസ് ഫ്ലൂയിഡ് ഒക്കെ നമ്മൾ കൊടുക്കുമ്പോ. ഓക്കെ, കോംപ്ലിക്കേഷൻസ് ഓഫ് നെഫ്രോട്ടിക് സിൻഡ്രോം 3 മാർക്ക് ക്വസ്റ്റ്യൻ. അതിൽ ഒന്നാമത്തെയാണ് എഡിമ. എഡിമയ്ക്ക് നമ്മൾ കൊടുക്കാവുന്നത് ഒന്നാമത്തെ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുക, എഡിമ പോകുന്നുണ്ടോ. എഡിമ പോയില്ലെങ്കിൽ നമ്മൾ അപ്പൊ മാത്രമേ ഡയററ്റിക്സ് കൊടുക്കാവുള്ളൂ, വേറെ ഒരു ചോയ്സും ഇല്ലെങ്കിൽ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു സോൾട്ട് ടോട്ടലി നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്, യൂഷ്വൽ എമൗണ്ടിൽ തന്നെ നമ്മൾ കൊടുക്കണം. ഓക്കെ, ചിലപ്പോൾ മാസീവ് എഡിമയൊക്കെ ആണെങ്കിൽ നമ്മൾ ഹയർ ഡോസ് ഫ്രൂസിമേഡ് അലോങ് വിത്ത് സ്പൈറോണലാക്ടോൺസ് ഒക്കെ വേണ്ടിവരും. അതായത് കമ്പൈൻഡ് ആയിട്ട് കൊടുക്കേണ്ടി വരും മാസീവ് എഡിമയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രൂസിമേഡ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ കോംപ്ലിക്കേഷൻസ് ആണ് ഇൻഫെക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ മോസ്റ്റ് കോമൺ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ, ന്യൂമോകൊക്കെ അങ്ങനത്തെ ഉള്ള സ്ട്രെപ്റ്റോകോക്കെ ഒക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അവർക്ക് അസൈക്ലോവിർ കൊടുക്കുക ട്രീറ്റ്മെന്റ് ആയിട്ട്. ഇനി ഇൻഫെക്ഷൻസിന് ഒന്നാമത്തെ ഇമ്മ്യൂണോഗ്ലോബിൻ യൂറിന്റെ അകത്തോട്ട് പോകുന്നു, ബെൻസ് ജോൺസ് പ്രോട്ടീൻസ്. അല്ലാതെ നമ്മൾ സ്റ്റീറോയിഡ് ആ കൊടുക്കുന്നത്. സ്റ്റീറോയിഡ് തന്നെ ഒരു ഇമ്മ്യൂണോ സപ്രഷൻ ഉണ്ടാക്കും.
അങ്ങനെ ഇവർക്ക് ഇൻഫെക്ഷൻ വരാം. ഓക്കെ, 2 ചാൻസ് ആണ് കോംപ്ലിക്കേഷൻ ആയിട്ട്. ഇനി മൂന്നാമത്തെയാണ് ത്രോംബോട്ടിക് കോംപ്ലിക്കേഷൻ. ത്രോംബോട്ടിക് കോംപ്ലിക്കേഷന് കാരണം എന്തോ ഞാൻ പറഞ്ഞു, ഇതൊരു ഹൈപ്പർ കൊയാഗുലബിൾ ഡിസീസാ. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, കാരണം കുറെ പ്രോ കൊയാഗുലൻസിനെ ലിവർ ഉണ്ടാക്കുന്നുണ്ട്, ഫൈബ്രിനോജനൊക്കെ. അപ്പൊ നമ്മൾ ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ ഇവർക്ക് കൊടുക്കണം. ഓക്കെ, മേജർ ചാൻസ് എവിടെയൊക്കെയാ കൂടുതലും ത്രോംബോട്ടിക് കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ റീനൽ വെയിൻസ്, കിഡ്നിയുടെ തന്നെ, പിന്നെ പൾമിനറി വെയിൻസ്, സെറിബ്രൽ വെയിൻസ്, ഇവിടെയൊക്കെയാണ് ത്രോംബോട്ടിക് കോംപ്ലിക്കേഷൻസ് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ ഒരു കോംപ്ലിക്കേഷൻ ആണ് സ്റ്റീറോയിഡ് ടോക്സിസിറ്റി. നമ്മൾ കൊടുത്ത ഡോസ് അങ്ങ് കൂടിപ്പോയി, അപ്പം എന്തായിരിക്കും കുഷിംഗ് സിൻഡ്രോം പോലത്തെ ഫീച്ചേഴ്സ്, ഷോർട്ട് സ്റ്റേച്ചർ, ഹൈപ്പർ ടെൻഷൻ ഒക്കെ, ഓസ്റ്റിയോപോറോസിസ് ഒക്കെ ആയിട്ട് വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റീറോയിഡ് സ്പെയറിംഗ് ഏജൻസ്, സ്റ്റീറോയിഡ് ടോക്സിസിറ്റി ഉണ്ടാകുമ്പോൾ സ്റ്റീറോയിഡ് സ്പെയറിംഗ് ഏജന്റ് ആണ് ലെവാമിസോൾ. ഓക്കെ, ലെവാമിസോൾ ചെയ്യാം, അല്ലെങ്കിൽ കൊടുക്കാം സൈക്ലോസ്പോറിൻസ് കൊടുക്കാം, സൈക്ലോഫോസ്ഫാമൈഡ് അതൊക്കെ കൊടുക്കാം. ഓക്കെ, ആൽക്കലൈറ്റിംഗ് ഏജൻസ് ഒക്കെ കൊടുക്കാം. ഇതെല്ലാം സ്റ്റീറോയിഡ് സ്പെയറിംഗ് ഏജൻസ് ആണ്. സ്റ്റീറോയിഡ് ടോക്സിസിറ്റി ഈ പേഷ്യന്റിന് ഉണ്ടെങ്കിൽ. അടുത്ത കോംപ്ലിക്കേഷൻ ആണ് ഹൈപ്പോവോളീമിയ. അത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ഡയൂററ്റിക്സ് കൊടുക്കുന്നോണ്ട് ഹൈപ്പോവോളീമിയ വരാം, അല്ലെങ്കിൽ ഈ പേഷ്യൻസിന് ഓൾറെഡി ഹൈപ്പോവോളീമിയ വരും. മനസ്സിലായോ? ഓക്കെ. അപ്പം ഇവർക്ക് നമ്മൾ കൊടുക്കാന്ന് വെച്ചാൽ നോർമൽ സലൈൻ ഇൻഫ്യൂഷൻ കൊടുക്കാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞ നോർമൽ സലൈൻ ഇൻഫ്യൂഷൻ കൊടുത്ത് കൂടിപ്പോയെങ്കിൽ എഡിമ വരും. ഓക്കെ, നേരത്തെ ഇതിന്റെ കോംപ്ലിക്കേഷൻ അകത്തോ. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് കോംപ്ലിക്കേഷൻസ് പറയാം. ഫസ്റ്റ് കോംപ്ലിക്കേഷൻ എഡിമ. അപ്പൊ നമ്മൾ അതിന് ഫ്രൂസിമേഡ് കൊടുത്ത് നോക്കുക. ഇനി അത് കൊടുത്തിട്ട് ഒരു മാറ്റം ഇല്ലെങ്കിൽ ഫ്രൂസിമേഡ് പ്ലസ് സ്പൈറോൺലാക്ടോൺ. ഇത് സ്പെസിഫിക് തെറാപ്പി കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യണം എഡിമ മാറുന്നുണ്ടോ. എഡിമ മാറിയില്ലെങ്കിൽ മാത്രം നമ്മൾ ഇത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ഇൻഫെക്ഷൻസ് കൂടുതലും മെനിഞ്ചോകോക്കയും ന്യൂമോകോക്കയും പിന്നെ വാരിസെല്ല അതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ അസൈക്ലോവിർ കൊടുക്കുക. ഓക്കെ, പിന്നെ ത്രോംബോട്ടിക് കോംപ്ലിക്കേഷൻ. ഉണ്ട് ഒരു 2 ടോപ്പിക്. അടുത്ത ലിങ്ക് സെയിം ലിങ്ക്